ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലമ്പൂർ കാട്ടിലൂടെയാണ് പ്രിയ ഗൈസ്. ഇതാ ഒരു ഉക്കൻ യാത്രയാണിത്. ഇന്നത്തെ യാത്ര ഫുഡ് യാത്ര, കാട്. സുഹൃത്തുക്കളെ, ഞങ്ങൾ പാട്ടുകാരെല്ലാരും കൂടിയിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കുറച്ചുപേര് സിംഗേഴ്സ് എല്ലാവരും കൂടി ഒരു യാത്ര പോയതാണ്. എന്തായാലും നിലമ്പൂര് നാടുകാണി നീലഗിരിയിലേക്കാണ് ഞങ്ങൾ യാത്ര. നിലമ്പൂർക്കുള്ള യാത്രയിൽ വളരെ മനോഹരമായ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാടിന്റെ അകത്ത് നമ്മുടെ തേയിലയുടെ ഉള്ളിൽ കൂടെ നമ്മുടെ ജീപ്പി കൂടെ കയറിയിട്ട് നമ്മുടെ മുകളിലാണ് നമ്മുടെ റിസോർട്ട്. നല്ല അടിപൊളി റിസോർട്ടാണ്. രാത്രി ആയി കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങൾ ആനകൾ വരാറുണ്ട്. ജിത്തു, ഇത് മുട്ടയിട്ടിരിക്കണ് മുട്ട തൈലം വാങ്ങിത്തേ ചോളി മുട്ട തൈലം ചോളി മുട്ട തൈലം ചോളി എപ്പോഴുള്ളതാണ്. ഞങ്ങളിപ്പോ നീലഗിരിയുടെ വിരിമാറില് നല്ല അടിപൊളി ഒരു റിസോർട്ടിലാണുള്ളത്. അവിടെ ഒരു വ്ളോഗ് നടന്നുകൊണ്ടിരിക്കേണ്ടതാ. ഇതിന്റെ ഒരു വൈബ് നോക്കിയെന്ന്. ചെറിയൊരു മഴ ഉണ്ടാകുന്നത് മാറി. ഞങ്ങൾ വരുമ്പോൾ നല്ല കോടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ട്രക്കിങ് കുറച്ച് പിടിച്ച് നിൽക്കേണ്ടി വന്നിട്ട് ഫോൺ കയ്യിൽ വെക്കാൻ പറ്റില്ല. തിരിച്ചു പോകുമ്പോൾ എടുക്കൂട്ടാ. ഈ പുള്ളി ടൗസർ എവിടെ നോപ്പിച്ചു? ഈ പുള്ളി ടൗസറുകൾ ഇവിടെ സാധാ റിസോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷെറൂബക്ക പണ്ട് ഊട്ടിയിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഒരു ഫുട്ബോൾ കിട്ടിയെങ്കിൽ ഇങ്ങനെ ഈ പുൽത്തട്ടിൽ കളിക്കാൻ വേണ്ടി. ഇവിടെ വന്ന് നോക്കുമ്പോ നമുക്ക് എന്തുണ്ട്? ബാറ്റുണ്ട്, ബോളുണ്ട്, ഫുട്ബോൾ ഉണ്ട്, ടെന്നീസ് ഉണ്ട്, പിന്നെ ജിത്തുവേട്ടനുണ്ട്. ഷെറൂബക്ക ഇവിടെ ബാറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജിത്തുവേട്ടനാണ് ഇവിടെ കീപ്പർ. ഷുവൈബ് ബോൾ ചെയ്യണ്. നമുക്ക് നോക്കാം. ചെറുക കുഴപ്പമില്ല. സംഭവം ഷുവൈബ് പ്രതീക്ഷിച്ചിട്ടില്ല. അതെ, അപ്പൊ ക്രിക്കറ്റ് കളിക്കോലെ? എന്താ ഷുവൈബാണ് ബോൾ ചെയ്യുന്നത്. വൈഡാണ്, വൈഡ് ബോൾ, വൈഡ്. ഷുവൈബും ഞാനും 10-16 കൊല്ലമുള്ള പരിചയമാണ്. ഇത് ആദ്യമായിട്ട് കളിക്കണത്. ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നത്. എന്താ സഖാവിന് എന്താ പറയാനുള്ളത്? ഫുട്ബോളും ക്രിക്കറ്റും നമ്മൾക്ക് പ്രധാനപ്പെട്ടതാണ്. സ്പോർട്സ് ആണ്, സ്പോർട്സ്, കായികം. പക്ഷെ നമുക്കൊരു വിഷമം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരു വലിയ വിഷയം. മറ്റേ നമ്മുടെ സ്പെയിനായിട്ട് കളിച്ച ടീം ഉണ്ടല്ലോ. ഓ, തീർച്ചയായിട്ടും നമ്മളെക്കാളും എത്രയോ കുറഞ്ഞ ജനസംഖ്യയുള്ള ടീം. ജി ഒന്നാമത് എനിക്ക് ബോൾ പിടിക്കുവോ? അളിയാച്ചി ബോൾ പിടിക്കുന്നുള്ള ഉറപ്പുണ്ടാ? ഞാൻ ഒരു ബോൾ പിടിക്കുന്നതിൽ ഒരു സൂക്ഷ്മ. ഓക്കെ. അപ്പോ ഷെറൂബക്ക ബാറ്റ് ചെയ്യണ്, ജിത്തേട്ടൻ ബോൾ ചെയ്യണ്. വാവ്, കോപ്പിലെ കീപ്പാണ് ചേട്ടന്റെ. ആ ഒരു ഇത് കണ്ടില്ലേ, ഒരു ശുഷ്കാന്തി. ഒരു കീപ്പർ, പേട്ട കീപ്പർ ഇവിടെ കിട്ടിട്ട കാച്ചര. ഓ, 6 അടിപൊളി. ഒരു പേട്ട കീപ്പർ, ഓറഞ്ച് നെതർലാൻഡിന്റെ ജേഴ്സി വിട്ടിട്ട് ന്യൂസിലാൻഡിന്റെ ഓളി. ഓ, ഇവിടെ ബോൾ എടുക്കാൻ പോയ ജിത്തേട്ട എനിക്ക് 2 ബോൾ ഇട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാല് എല്ലാ ബോളും നല്ല അടിയും കിട്ടി, 2 ബോളും കിട്ടി. നല്ല കണ്ണുള്ള ബോള്. എന്താണ് ഇപ്പോ ഫോമല്ലേ? കുറ്റി തെറിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം ഇവിടെ ലീവ് എടുക്കേണ്ടി വരുന്നതുകൊണ്ട്, 2 ദിവസം റൂം എടുക്കേണ്ടി വരുന്നതുകൊണ്ട്.
നല്ല മണം ഇവിടുന്ന് വരുന്നത്. അനീഷിന്റെ അടുത്ത് അടിപൊളി, നല്ല ബാറ്റിംഗ് ആണ്. ഇതുവരെ ഇത്രയും സമയം ഔട്ടാകെ തന്നത് ഷാമാണ്. ഈ ബോൾ അനീഷ് വേട്ടാവളിയാൻ ബോൾ ചെയ്യുന്നു. നെഞ്ചത്ത് പോലെയുള്ള അനീഷാണ് ബോൾ ചെയ്യാൻ പോണത്. നോക്കാൻ മതി. അണ്ടിയേരെ എഴുതിട്ടാ അപ്പുറത്താറില്ല. ബോൾ അടിച്ചിട്ട് ബോൾ കിട്ടില്ല. ഈ ചാൻസ് കിട്ടില്ല. എളുപ്പല്ല. നിങ്ങൾ ഇന്ന് 2 ദിവസം ഇത് ബോൾ ഔട്ടാക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യാം. കോപ്പറേറ്റ് വരൂ. അവിടെ അതാ ഷിയാബുക്ക. അയ്യോ അപ്പൊ പൂളിലേക്ക് കുളിക്കാൻ നല്ല വൈബാട്ടാ. റീലൊക്കെ എടുക്കാൻ വേണ്ടി വൈബാ. ഒരു പാട്ടൊക്കെ റീലെടുക്കണം. നല്ല നല്ല രസമുണ്ട്. വാവ്, അടിപൊളി കേട്ടോ. ചാടറെടുത്തോ. ആ, അപ്പൊ എല്ലാവർക്കും ടാറ്റാ വൈബ്. വാ, അടിപൊളി കേട്ടോ. അത് ഇത് ഷെറൂബ് എന്താ അപ്പിയിടണോ? അതെ, ഇപ്പൊ ഞങ്ങള് സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തി. ഇവിടെ സാധാരണ സ്വിമ്മിംഗ് പൂള് മാത്രമല്ല, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ടെന്നീസ് കളിക്കാനൊക്കെ ഉള്ള ഒരു രസമുണ്ട്. കാരണം സ്പോർട്സിനോട് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി വൈബ് ചെയ്യാം. ഇപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ നമ്മളൊന്നും കളിക്കണില്ല, ഗ്രൗണ്ട് ഇല്ല. ഇതാ കണ്ടില്ലേ, ഒരു സൈഡില് ഷറൂബുക്ക വെള്ളത്തിൽ കുത്തി പറയണ്, അവിടെ ഷുഹൈബ് ഇതാ കുത്തി പറയണ്. അനീഷ് അപ്പുറത്ത് വരുന്നില്ല, കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ അനീഷിന് അലർജിയാണ്. കളിക്കുന്ന ഷിയാബുക്ക, ഷുഹൈബ് ആൻഡ് ജിതിൻ ആൻഡ് ഷറൂബുക്ക. ഞങ്ങളിതാ ഫുഡ്, രാത്രിക്കത്തെ ഫുഡ് പരിപാടികൾ ഷറൂബക്ക നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ ഇത് എല്ലാരും ഇരിക്കുന്നുണ്ട്. ഷറൂബക്ക, ഹബീബ്, യാഷിഖ്, ഷുഹൈബ്, ഷിഹാബ് ബ്രോ, അനീഷ്. ഇനി ഇവിടുത്തെ നമ്മൾ ഈ റിസോർട്ട് നോക്കുന്ന നമ്മുടെ ഒരു അണ്ണൻ ചേട്ടൻ വരുന്നുണ്ട്. അണ്ണൻ ചേട്ടാ പ്ലീസ് കം. അണ്ണൻ ചേട്ടാ പുതിയ ഐറ്റംസ് ഉണ്ട്, എല്ലാരും കൊണ്ടുണ്ട്. അണ്ണൻ ചേട്ടൻ നാടൻ കോഴി ഇല്ലേ? നിങ്ങ നാട്ടിലെ കിട്ടുന്നത് നാടൻ കോഴി. നമ്മൾ തമിഴ്നാട്ടിലെ കാലം കോഴി. காளை கோயில் நான் வீட்டுல வளர்த்துக்கு போற கோயிலையா அந்த அந்த கோழிக்கா இறைச்சி நம்பர் போட்டிருக்கா. நான் நோக்க என்ன பாடுறது நல்லா மிளகு பொடி இட்டு கொக்கரோ கொக்கரக்கோ வெளிய கொக்கரக்கோ அந்த கோழியா இருந்து இருப்பில்ல கோயில் നന്നായി സാപ്പിടാൻ പറ്റുന്നത്. ടേസ്റ്റ് ഉണ്ടാവോ? ഞാനേ ടേസ്റ്റ് എടുക്കാം. നീ ടേസ്റ്റ് പണ്ടെങ്കിൽ നല്ല അങ്ങനെ നേരം വെളുത്ത് ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവിടെ കുറച്ചു നേരം കളിച്ച് ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് വെക്കറ്റ് ചെയ്യാൻ സമയമായിട്ടാ. 11 മണിക്ക് ഞങ്ങൾ ഇവിടെ ഇറങ്ങും. അപ്പൊ അങ്ങനെ ഇന്നത്തെ യാത്ര ഇപ്പൊ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഒരു പാട്ട് പാടി ഷെറൂബ് ഖാൻ കൂടുള്ള ഒരു യാത്ര വേറെ ലെവലായിരുന്നു. എല്ലാരും ഭയങ്കര സുഹൃത്തെ കാട്ടുപൂവിൻ കന്നിത്തേനാണ്, ഓ കാട്ടുപോടും പെണ്ണാണ്, ഗർഗർഗർത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്, ഓ പാട്ട്
മെമ്പർ ഇതോടാ ചമ്പളവട്ടം ചിണ്ടാപ്പ ചെമ്പടവട്ട ഹിയാബുക്ക എവിടുന്ന് നോക്കിയാൽ കാണുന്ന ഒരു കളർ ഇട്ടിട്ട് വന്നിട്ട് പച്ചയുടെ ഇടയിൽ നിൽക്കണ നോക്കിയേ ഇതും അങ്ങനെ തന്നെ കേട്ടാ. ഞങ്ങൾ പോവാൻ വേണ്ടിട്ടേ വണ്ടി വന്ന് നോക്കുമ്പോഴാണ് വണ്ടി പഞ്ചറായി എടുക്കാനുണ്ട്. പിന്നെ വണ്ടിയിൽ അതിനുള്ളൊരു സംവിധാനം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പരിപാടി ഇത്. നമുക്ക് കാറ്റടിക്കാനൊക്കെ എന്താ പറയുക ഓട്ടോമാറ്റിക്കലി അതിനുള്ളൊരു ചെറിയൊരു മെഷീൻ ഉണ്ടായിരുന്നു. ഫുള്ള് കാറ്റാടി കാറ്റാടിയല്ല തേയില കാപ്പി ഒക്കെ ഉള്ള സ്ഥലമാട്ടാ. ഇതാ പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകുന്ന റിസോർട്ടിൽ നിന്ന് അല്ലേ? അടിപൊളി, വളരെ മനോഹരമായ ഒരു ദിവസം. അപ്പൊ ക്യാമറമാൻ ഷിയാബ് മാലപ്പെട്ടിയോടൊപ്പം ഞാൻ രമണീയാകുന്ന ഓരോ നിമിഷങ്ങളാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് തിരിച്ചു പോകുമ്പോൾ ഒരു വൈബാണ്. കഴുങ്ങ് തോട്ടത്തിന്റെ ഇടയിൽ തേയില. നമ്മളിവിടെ ഇവരെ തേയില ഉണ്ടെന്ന് ചോദിക്കണ്ടേ ചായ കുടിക്കാനേ നാട്ടിൽ വരുമ്പോ ഇങ്ങനെ കൊച്ചു കൊച്ചു അമ്പലങ്ങൾ കാണാം. ഓരോ ഏരിയയിലും ഇതേപോലത്തെ കൊച്ചു കൊച്ചു അമ്പലങ്ങൾ കാണാം. അത് ഭയങ്കര രസമാണ് ഈ അമ്പലം കാണാൻ കേട്ടോ.